നമുക്ക് നിയമകാര്യ ലേഖികയുണ്ട് അല്ലേ കൊച്ചിയിൽ. അതെ. പിന്നെ പാർലമെന്ററി കാര്യ ലേഖകരുണ്ട്, പല ബിസിനസ് ലേഖകരുണ്ട്, രാഷ്ട്രീയകാര്യ ലേഖകർ എന്നൊക്കെ പറയുന്ന പോലെ ശബരിമലയുടെ അല്ലെങ്കിൽ സന്നിധാനം ലേഖകൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരാളുണ്ട്. അരുൺ കൊടുങ്ങൂരിൻ്റെ ബ്രേക്കിങ്ങിലേക്കാണ് കടക്കുന്നത്. ശബരിമലയിലെ ഏറ്റവും പവിത്രമായ കൊടിമരത്തിന് 2011 പെയിന്റ് അടിച്ചതിൽ വൻ ദുരൂഹത. ക്ഷേത്രം തന്ത്രിയോ ദേവസ്വം ബോർഡോ അറിയാതെയായിരുന്നു കൊടിമരത്തിൻ്റെ ചുവട്ടിൽ പെയിന്റ് അടിച്ചത്. അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ എം സതീഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ രാജൻ എന്നിവരാണ് പെയിന്റ് അടിക്കാൻ അനുമതി നൽകിയത്. ഇവരുടെ ചെയ്തികൾ ശബരിമലയിൽ ചൈതന്യലോപത്തിന് കാരണവുമായി. അന്നത്തെ വിജിലൻസ് SP നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ജനം TV-ക്ക് ലഭിച്ചു. അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ കൊടുങ്ങൂർ, ഒന്നൊന്നായി പുറത്തു വരികയാണ്. എവിടെ തുടങ്ങിയതാണ്? അനുമതിയില്ലാതെ, ദേവസ്വം ബോർഡ് ബെഞ്ചിൻ്റെ അനുമതിയില്ലാതെ, അധികൃതരെ അറിയിക്കാതെ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി, ദ്വാരപാലക ശില്പം പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണികൾക്കെന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുപോയി എന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ട്. അതിനുശേഷം അതിനു മുമ്പും അങ്ങനെ നടന്നിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വിടുന്നു ജനം TV 2019. അതിനുശേഷം പറഞ്ഞത് സ്വർണം നഷ്ടപ്പെട്ടോ എന്ന സംശയം ഉയരുന്നു. പിന്നെ എന്താണ്? കട്ടളപ്പാളി, പ്രഭാമണ്ഡലം, അവിടെ എന്തൊക്കെയോ സ്വർണം പൊതിഞ്ഞുണ്ടായിരുന്നു, അതെല്ലാം ഇളക്കിയെടുത്തെന്നും അതിൽ നിന്നെല്ലാമുള്ള സ്വർണം പോയി എന്നുമാണ് ഇതുവരെ വന്നിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതെന്താണ് പുറത്തു വരുന്നത്? അരുൺ കൊടുങ്ങൂർ, വിശദാംശങ്ങൾ. നമസ്തേ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും പുതിയ കൊടിമരം നിർമ്മിച്ചത് സംബന്ധിച്ച വലിയ വിവാദങ്ങൾ, വലിയ ആരോപണങ്ങളൊക്കെ തന്നെ നിലനിൽക്കുകയാണ്. എന്താണ് ഈ കൊടിമരം നിർമ്മിക്കാനുണ്ടായ കാരണം? ആ കാരണം തമ്മിലുള്ള നമ്മളൊരു അന്വേഷണത്തിലാണ് ഏറ്റവും നിർണായകമായ അന്നത്തെ വിജിലൻസ് SP നൽകിയ റിപ്പോർട്ടിൻ്റെ പകർപ്പ് നമുക്ക് കിട്ടുന്നത്. ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നു ദേവസ്വം ബോർഡിന് ഉണ്ടായ വീഴ്ച. അത് നമുക്കറിയാം, മാറിയ സർക്കാരുകൾ ഓരോ ദേവസ്വം ബോർഡുകളെ നിശ്ചയിക്കുന്നു. ആ ദേവസ്വം ബോർഡുകൾ, അത് ഭഗവാന്റെ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ, ക്ഷേത്രത്തിൻ്റെ സ്വത്തുവകകൾ കൃത്യമായി തന്നെ സംരക്ഷിക്കും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അധികാരമേറ്റവരൊക്കെ തന്നെയാണ്. ഇവർക്കുണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചകൾ ഓരോന്നായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത്തരത്തിലുള്ള ഒരു ഗൗരവമേറിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ചയാണ് ഈ കൊടിമരത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ശബരിമലയെ പോലുള്ള ഒരു ക്ഷേത്രത്തിൽ അത് യാതൊരു തരത്തിലുള്ള അനുമതി, അതിൽ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുമതി അല്ലെങ്കിൽ അനുജ്ഞ ലഭിക്കേണ്ട ഒരാൾ തന്ത്രിയുടെ ഭാഗത്തു നിന്നും അനുജ്ഞ ലഭിക്കണം. അതോടൊപ്പം തന്നെ ദേവസഭയുടെ ഭാഗത്തു നിന്നും ഇതിനുള്ള അനുമതി ലഭിക്കണം. പക്ഷേ ഇത്തരത്തിലുള്ള അനുമതി ഒന്നും കൂടാതെയാണ് ഈ ശബരിമലയിലെ ഈ സ്വർണ്ണ കൊടിമരത്തിന് അതിൻ്റെ പീഠത്തിലടക്കം പെയിൻ്റ് അടിച്ചത്, സ്വർണ്ണ കളറുള്ള പെയിൻ്റ് അടിച്ചത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പക്ഷേ അതിനാരാണ് കാരണം? ഇതിനാരാണ് അനുമതി കൊടുത്തത്? ആ ഒരു ചോദ്യം വലിയ രീതിയിലേക്ക് ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതിൽ കൃത്യമായി തന്നെ അന്നത്തെ വിജിലൻസ് അന്വേഷണം വിശദമായി തന്നെ നടന്നിരുന്നു. അന്ന് 2 പേരാണ് ഇതിന് പിന്നിലെന്നാണ് ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നത്. പേര് സഹിതം കൃത്യമായി തന്നെ ആ ഇതിൽ പറഞ്ഞു. അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായ സതീഷ് കുമാറും അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ രാജൻ, ഈ 2 പേർ തന്നിഷ്ടപ്രകാരം സ്വയമേ തീരുമാനമെടുത്തുകൊണ്ടാണ് ഈ ചെയ്തികൾ നടത്തിയതെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുകയാണ്. ഇത് വലിയ രീതിയിലുള്ളൊരു പ്രത്യാഘാതം ശബരിമലയിൽ ഉണ്ടാക്കിയിരുന്നു. അന്നത്തെ തന്ത്രി നൽകിയ റിപ്പോർട്ട് പ്രകാരം തന്ത്രിയുടെ ഒരു അഭിപ്രായം ചൈതന്യത്തിന്, ശബരിമലയിലെ ആ ചൈതന്യത്തിന് ഇവരുടെ ഈ ചെയ്തികൾ ലോപമുണ്ടാക്കി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ കുറവുണ്ടാക്കി എന്ന് പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി തന്നെ വിജിലൻസ് റിപ്പോർട്ടിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരൊക്കെയോ ചേർന്ന് ശബരിമല ഭരിക്കുകയാണ്, ശബരിമലയിലെ ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കുകയാണ്. ദേവസ്വം ബോർഡ് അത് കൃത്യമായി അറിയുന്നില്ല, ദേവസ്വം മന്ത്രി അറിയുന്നില്ല, സർക്കാർ അറിയുന്നില്ല. ഏതോ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് അന്ന് തന്നെ വ്യക്തമായിരുന്നു. അതിന് അടിവരയിടുന്ന വിജിലൻസ് റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ വിജിലൻസ് റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന കുറച്ച് വസ്തുതകൾ കൂടിയുണ്ട്. ആ വിവരങ്ങൾ കൂടി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പങ്കുവെക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും തുടക്കത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സ്വർണം കൊടിമരത്തിൽ ഈ സ്വർണ്ണ നിറത്തിലുള്ള പെയിൻറ് അടിച്ചതിൽ വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ട്. ആ ദുരൂഹതയ്ക്ക് പിന്നിൽ 2 പേരാണ്. ആ 2 പേർക്കെതിരെ അന്ന് നടപടിയെടുക്കുകയും ചെയ്തു. പക്ഷേ ഈ 2
പേരിൽ ഒതുങ്ങുന്നതാണോ, ഈ 2 പേർ മാത്രം തീരുമാനിച്ചതാണോ ഈ പെയിൻ്റ് അടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമുക്ക് സംശയമുള്ള. എന്തായാലും സ്പോൺസർ അടക്കമുള്ള ആളുകൾ അന്നും ഈ ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ അന്വേഷണ റിപ്പോർട്ട് കൃത്യമായി തന്നെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് മാത്രമല്ല, അന്നും ഇത്തരത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ചില ഉദ്യോഗസ്ഥർ ചെയ്യുന്ന നടപടികൾ നേരത്തെ പ്രദീപുള്ള വിശദമായി പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇതുപോലെ തന്നെയായിരുന്നു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ട് പോയി എന്നുള്ള ഒരു വാർത്ത മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ആ സമയത്ത് നമ്മൾ നടത്തിയ ഒരു അന്വേഷണം, ആ അന്വേഷണമാണ് ഈ വലിയൊരു കൊള്ളയിലേക്ക് എത്തിയത്. അതുപോലെ തന്നെയാണ് ചില ഉദ്യോഗസ്ഥർ സ്വന്തം ഇഷ്ടപ്രകാരം ശബരിമല പോലുള്ള ഏറ്റവും പവിത്രമായ കോടിക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുന്ന ആ പുണ്യ സങ്കേതത്തെ കളങ്കപ്പെടുത്താൻ, അല്ലെങ്കിൽ അവരുടെ ചെയ്തികൾ ആ ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിന് എത്രത്തോളം വലിയ വിഘാതമാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ അതിനുള്ള പ്രശ്നങ്ങൾ അടിവരയിടുന്ന ഒരു വിജിലൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രദീപിള്ള, അതെ, എന്തായാലും തുടർന്നുള്ള ലൈവ് റിപ്പോർട്ട്സിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും പ്രതികരണങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ?